ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് 2024-25 വർഷങ്ങളിൽ നമുക്ക്, അതായത് ലാസ്റ്റത്തെ 3 പ്രിലിംസ് ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. തിരഞ്ഞെടുത്തൊരു 100 ചോദ്യങ്ങളാണ് നമുക്ക് അടുത്ത പരീക്ഷകൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന 100 ചോദ്യങ്ങളിലേക്ക് നമുക്ക് പഠിച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇവരിൽ ആരെങ്കിലും ആണോ? അല്ല, മാറിയിട്ടുണ്ടല്ലേ. ആരാണ് ഇപ്പോൾ ജസ്റ്റിസ്? നിതിൻ മധുകർ ജംദാർ. നിതിൻ മധുകർ ജംദാർ ആണ് നിലവിലെ നമ്മുടെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ലയാണ് ഇത്, തൃശൂർ. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരാണ് മംഗൾയാൻ. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? 2024 വേദി എന്ന് പറയുന്നത് ബ്രസീലായിരുന്നു. ബ്രസീലാണ് 2024 വേദി. 2025 G20 ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് എവിടെയാണ്? അത് സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്ക. ഇനി പഠിക്കേണ്ടത് ഇതാണ്. 2024 ബ്രസീലും 2025 സൗത്ത് ആഫ്രിക്കയുമാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവറിന്റെ പേരെന്താണ്? പ്രഗ്യാൻ. ലാൻഡറാണ് വിക്രം എന്ന് പറയുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഏതാണ്? കേരള സ്പീക്കർ AN ഷംസീർ ആണ്. ശരിയാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോൾ നിലവിൽ ആരാണ്? നമ്മളിപ്പോൾ പറഞ്ഞു ആരാണ്? നിതിൻ ജംദാർ അല്ലെ. നിതിൻ മധുകർ ജംദാർ എന്ന വ്യക്തിയാണ് ഇപ്പോൾ നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇനി കേരള ഗവർണർ ആരാണ്? ഇതും മാറിയിട്ടുണ്ട്. ഇതിന്റെയും ആൻസർ എന്താണ്? ഇപ്പോഴത്തെ കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര അർലേക്കർ എന്ന വ്യക്തിയാണ് നിലവിലെ കേരള ഗവർണർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന സമയത്ത് ശരിക്കും ഈ ഒരു ആൻസർ മാത്രമേ തെറ്റുണ്ടായിരുന്നുള്ളൂ, ബാക്കി ശരിയായിരുന്നു. അപ്പൊ ഇവിടെ എന്താണ് ആൻസർ? തെറ്റ് ചോദിക്കുമ്പോൾ നമുക്കറിയാം ഏതാണ്? ഓപ്ഷൻ ബി 2ഉം 3ഉം എന്താണ് ഇവിടെ തെറ്റായിരുന്നു. ഇനി കേരള സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം SK വസന്തനാണ്. ശരിയാണ്. 2024 അവാർഡ് ആർക്കാണ്? എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവനാണ്. NS മാധവൻ. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? S ഹരീഷിന്റെ മീശ എന്ന രചനയ്ക്കാണ്. ഇതെന്താണ്? തെറ്റാണ്. 2022 എന്ത് ലഭിക്കുന്നത്? വയലാർ അവാർഡ് S ഹരീഷിന് ലഭിക്കുന്നത്. അപ്പൊ 2023 വയലാർ അവാർഡ് ആർക്കാണ്? 2023 പറയുമ്പോൾ അത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ശ്രീകുമാരൻ തമ്പി. ജീവിതം ഒരു പെൻഡുലം. ശ്രീകുമാരൻ തമ്പി. 2024 ആർക്കാണ്? 2024 വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിലാണ്. അശോകൻ ചെരുവിൽ. എന്താണ്? കാട്ടൂർ കടവ് എന്ന ഒരു രചനയ്ക്കാണ് ലഭിക്കുന്നത്. 2022 ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മങ്ങാടിനാണ്. അതെന്താണ്? നമുക്ക് ശരിയാണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. 2023 എന്താണ്? അപ്പൊ നമുക്ക് തെറ്റായ പ്രസ്താവന 2 മാത്രമാണ് ഇവിടെ തെറ്റ് വരുന്നത്. 2022 ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മങ്ങാടിനാണ്. ശരിയാണ്. അതേപോലെ 2023 ആണെങ്കിലോ 2023 ഓടക്കുഴൽ അവാർഡ് ആർക്കാണ്? PN ഗോപികൃഷ്ണൻ. എന്താണ്? കവിത ഒരു മാംസഭോജിയാണ് എന്ന കൃതിക്കാണ്. 2024 ഓടക്കുഴൽ അവാർഡ് ആർക്കാണ്? K അരവിന്ദാക്ഷൻ. ഇത് പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. K അരവിന്ദാക്ഷൻ. എന്ത് കൃതിയാണ്? കൃതിയുടെ പേരാണ് ഗോപ എന്ന കൃതിക്കാണ് 2024 അരവിന്ദാക്ഷന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. ചന്ദ്രയാൻ 3 സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ശരിയാണ്. ISROയുടെ ചെയർമാൻ ആരാണ്? ISROയുടെ ചെയർമാൻ നിലവിൽ ആരാണ്? നിലവിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടർ V നാരായണനാണ്. നിലവിലെ ISRO ചെയർമാൻ ഡോക്ടർ V നാരായൺ. ഓക്കെ, നാരായണനാണ് നിലവിലെ ISROയുടെ ചെയർമാൻ. ചന്ദ്രയാൻ 3യുടെ സമയത്ത് ആരായിരുന്നു? അത് സോമനാഥ് ആയിരുന്നു. ഇനി ചന്ദ്രയാൻ 3യുടെ ലാൻഡറിന്റെ പേര്, അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. ചന്ദ്രയാൻ 3യുടെ ലാൻഡറിന്റെ പേര് വിക്രമാണ്. റോവർ ആണെങ്കിൽ പ്രഗ്യാനാണ്. ചന്ദ്രയാൻ 3യുടെ മൊത്തം ചെലവെന്ന് പറയുന്നത് 615 കോടി രൂപയാണ്. ഇതും എന്താണ്? ശരിയാണ്. അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ 1ഉം 3ഉം 4ഉമാണ്. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? 50ാമത്തെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ധനഞ്ജയ ചന്ദ്രചൂഡ്, DY ചന്ദ്രചൂഡാണ്. പക്ഷേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മാറിയല്ലോ എന്ന് വിചാരിക്കരുത്. നമ്മുടെ എണ്ണമാണ് നിലവിലല്ല ചോദിച്ചിരിക്കുന്നത്, എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. 50ാമത്തെ ചോദിക്കുമ്പോൾ DY ചന്ദ്രചൂഡാണ്. 51ാമത്തെ ആണ് ആര്? നിലവിലെ സഞ്ജീവ് ഖന്ന. ആരാണ്? സഞ്ജീവ് ഖന്നയാണ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്.
മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയതാരാണ്? ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണനാണ്. ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ. 2023 സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ക്ലോഡിയ ഗോൾഡിൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 2024 നോബൽ പ്രൈസുകളെല്ലാം പഠിക്കണം. കാര്യം ഇപ്പൊ നമ്മളോട് പരീക്ഷകൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചത് ഏതൊക്കെയാണ്? സമാധാന നോബലും ചോദിച്ചു, സാഹിത്യ നോബലും ചോദിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള സാമ്പത്തിക നോബൽ, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ നിങ്ങൾ വായിച്ചിട്ടേ പോകാവുള്ളൂ. 1 മാർക്ക് ഉള്ളതാണ്, അത് വിട്ടുകളയരുത്. ഓക്കെ, 2024 ആർക്കൊക്കെയായിരുന്നു സാമ്പത്തിക നോബൽ ലഭിച്ചത്? ഡാരൻ അസമെഗ്ലു. അതേപോലെ പിന്നെ ആരാണ്? സൈമൺ ജോൺസൺ. പിന്നെയുള്ളത് ജെയിംസ് എ റോബിൻസൺ എന്നീ 3 പേർക്കാണ് 2024 എന്ത് ലഭിക്കുന്നത്? നോബൽ പ്രൈസ്, സാമ്പത്തിക നോബൽ പ്രൈസ് ലഭിക്കുന്നത്. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? നിലവിലെ ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ് നിലവിലെ ISROയുടെ ചെയർമാൻ. അല്ലെ, ഇവരെ സോമനാഥ് മാറി ഇപ്പോൾ ആരാണ്? ഡോക്ടർ വി നാരായണനാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേരാണ് എന്ത്? പ്രഗ്യാൻ. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരാണെന്ത്? അമൃതം ആരോഗ്യം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത് എന്നാണ്? 2023 സെപ്റ്റംബർ 28 MS സ്വാമിനാഥൻ അന്തരിക്കുന്നത്. മാനസിക രോഗവിമുക്തരായുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേരാണെന്ത്? സ്നേഹക്കൂട്. മാനസിക രോഗവിമുക്തി നേടിയവരെ, അല്ലെ, മാനസികമായിട്ട് ആ രോഗം അതിൽ നിന്ന് വിമുക്തി നേടിയവരെ എന്ത് ചെയ്യുന്നുണ്ട്? പുനരധിവസിപ്പിക്കാനാണ് സ്നേഹക്കൂട്. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? സൗത്ത് ആഫ്രിക്കയിലാണ്. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? മാതൃജ്യോതിയാണ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് ആര്? ശ്രീ യു ഷറഫ് അലി. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് യു ഷറഫ് അലിയാണ്. ചന്ദ്രയാൻ 3യുടെ ലാൻഡറിലെ പെലോഡുകളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഷേപ്പാണ്. ബാക്കി എല്ലാം എന്താണ്? ഉൾപ്പെടുന്നവയാണ്. ലാൻഡറിലെ പെലോഡുകളാണ്. ചന്ദ്രയാൻ 3യുടെ ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഒരു പുതിയതായി ചന്ദ്രയാൻ 3യുടെ ലോഞ്ചിങ് കഴിഞ്ഞതിന് ശേഷം വന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആ ഒരു ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് 2021 ആർക്കാണ്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് അത് പി വത്സലയ്ക്കാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. പി വത്സല അന്തരിച്ചത് കൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ 2022 ആർക്കാണ്? 2022 സേതുവിന് ലഭിച്ചത്. 2023 SK വസന്തനും 2024 NS മാധവനുമാണ്. ഓക്കെ, അതേപോലെ ചോദിക്കാറുണ്ട് ഉണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സേതുവിന്റെ കൃതികളാണ് എന്ത്? പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങളൊക്കെ. നിഴലുറങ്ങുന്ന വഴികളാണ് ഉൾപ്പെടാത്തത്. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് ആരുടേതാണ് ഇനി? 2024 നമുക്ക് ആർക്ക് ലഭിക്കുന്നത്? NS മാധവന് എന്ത് ലഭിക്കുന്നത്? എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലുകളിൽ ഒന്നാണ് എന്ത്? ഹിഗ്ഗിറ്റ എന്ന് പറയുന്നത്. ഹിഗ്ഗിറ്റ ഇമ്പോർട്ടൻ്റ് ആണ്. NS മാധവന്റെ പ്രധാനപ്പെട്ട നോവലാണ് ഹിഗ്ഗിറ്റ. ഇതിന് അദ്ദേഹത്തിന് മുട്ടത്ത് വർഗീയ പുരസ്കാരവും കേരള സാഹിത്യ അക്കാദമി അവാർഡും ഓടക്കുള്ള അവാർഡും ഒക്കെ ലഭിച്ചത് ഈ ഹിഗ്ഗിറ്റ എന്ന കൃതിക്കാണ്. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ കൃതിയാണ് എന്ത്? ഭീമച്ചൻ എന്ന് പറയുന്ന ആരുടേതാണ്? NS മാധവന്റെ കൃതിയാണ്. പഞ്ചകന്യകകൾ. അതേപോലെ തന്നെ ചൂളൈമേട്ടിലെ ശവങ്ങൾ എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. എന്താണ്? ചൂളൈമേട്ടിലെ ശവങ്ങൾ എന്നത് ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. പിന്നെയാണ് തിരുത്ത് എന്നത് അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ്. അതായത് ഈ അയോധ്യ ബാബറി മസ്ജിദ് തകർത്തില്ലേ, ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഈ തിരുത്ത്. എന്താണ്? ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട് NS മാധവൻ എഴുതിയ ഒരു കൃതിയാണ് തുരുത്ത്. പിന്നെയുള്ളത് ലത്തൻബേരിയിലെ ലുത്തിനിയകൾ. എന്താണ്? ലത്തൻബേരിയിലെ ലുത്തിനിയകൾ. ഇതൊക്കെ ആരുടേതാണ്? ഈ പറയുന്ന NS മാധവന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഹിഗ്ഗിറ്റ, ഭീമച്ചൻ, പഞ്ചകന്യകകൾ, ചൂളൈമേടിലെ ശവങ്ങൾ, തിരുത്ത്, ലത്തൻബേരിയിലെ ലുത്തിനിയകൾ. ഇതൊക്കെ എന്താണ്? ഹിഗ്ഗിറ്റയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, അത് വിട്ടുകളയരുത്.
ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിവസമാണ് ഏത്? ഓഗസ്റ്റ് 23. നമുക്കറിയാം എന്താണ് ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്ന ദിവസമാണ് ഓഗസ്റ്റ് 23. അതാണ് നമ്മൾ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. 2023 അധ്യക്ഷ സ്ഥാനം വഹിച്ച G20, 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20, 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യമേത്? ഇത് ശരിക്കും 2024 തുടക്കത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ബ്രസീലായിരുന്നു 2024 G20യുടെ അധ്യക്ഷ സ്ഥാനം. അപ്പൊ ചോദിക്കാം, G20യുടെ 2025 അധ്യക്ഷ സ്ഥാനം ഏതാണ്? സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്കയാണ് G20. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതാണ് അല്ലെ? ഈ ക്വസ്റ്റ്യൻ തന്നെ എന്താണ് ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഒന്നേരെ ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. 2024 G20യുടെ ബ്രസീലും 2025 സൗത്ത് ആഫ്രിക്കയുമാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരമാണ് ആര്? നമ്മുടെ PT ഉഷ. കൊച്ചി മെട്രോ റെയിൽ വന്ന വർഷം ഏതാണ്? 2017. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് നഞ്ചിയമ്മയ്ക്കാണ്. അപ്പൊ നമുക്ക് 2024 അവാർഡ്സ് ഒന്ന് പഠിച്ചു വെക്കാം. 2024 എന്താണ്? ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഉണ്ട്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ആർക്കാണ്? അത് മിഥുൻ ചക്രവർത്തിക്കാണ്. മിഥുൻ ചക്രവർത്തി. ഇനി ആരാണ് മികച്ച നടൻ? മികച്ച നടൻ ഋഷഭ് ഷെട്ടിയാണ്. ഋഷഭ് ഷെട്ടി, കാന്താര മൂവി ഋഷഭ് ഷെട്ടിക്കാണ്. അതേപോലെ തന്നെ മികച്ച നടി ആരാണ്? മികച്ച നടി എന്ന് പറയുന്ന 2 പേരുണ്ട്. ഒന്ന് നമ്മുടെ നിത്യ മേനോനാണ്, നിത്യ മേനോൻ. അതേപോലെ മാനസി പരേക്കർ എന്നീ 2 പേർക്കാണ് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയത്. ഇനി നമുക്ക് പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയ ഒരു പേരാണ് മികച്ച ബാലതാരം. മാളികപ്പുറം സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആർക്കാണ്? ശ്രീപദ്. ഇത് നാഷണൽ അവാർഡാണ് ഈ പറയുന്നത്. ശ്രീപദിനാണ് എന്താ മികച്ച ബാലതാരത്തിനുള്ള 2024 നാഷണൽ അവാർഡ് ലഭിച്ചത്. ഇനി മികച്ച സിനിമ, മികച്ച ഫീച്ചർ മൂവി, അത് ഇമ്പോർട്ടന്റ് ആണ്, കാര്യം അതൊക്കെ മലയാളമാണ്. എന്ത്? ആട്ടം മികച്ച ഫീച്ചർ മൂവിയാണ്. ഫീച്ചർ സിനിമ എന്ന് പറയുന്നത് ആട്ടം. ആരാണ് സംവിധായകൻ? ആനന്ദ് ഏകർഷി. ഈ ആട്ട സിനിമയ്ക്ക് ഒത്തിരി അവാർഡ്സ് ആ സമയത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട് 2024 നാഷണൽ അവാർഡ്സിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഇമ്പോർട്ടന്റ് അല്ല. ഇനി പഠിക്കേണ്ടത് 2024 അവാർഡുകളാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് മിഥുൻ ചക്രവർത്തിക്കും, 2024 ദേശീയ പുരസ്കാരം മികച്ച നടനാരാണ്? ഋഷഭ് ഷെട്ടിയും, മികച്ച നടി നിത്യ മേനോനും, അതേപോലെ മാനസി പരേക്കറുമാണ്. മികച്ച ബാലതാരം ശ്രീപദ് മാളികപ്പുറം മൂവിക്ക് വേണ്ടിയിട്ട്. മികച്ച ഫീച്ചർ സിനിമയാണ് ആട്ടം. സംവിധായകനാണ് ആനന്ദ് ഏകർഷി. മികച്ച തിരക്കഥയും ഏതിനാണ്? ഈ ആട്ടത്തിന് തന്നെയാണ്, ആനന്ദ് ഏകർഷിക്കാണ്. കേരളത്തിലെ അവിവാഹിതരായ മാതാപിതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണെന്ത്? സ്നേഹസ്പർശം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്തദാസ് മാറി. ഇപ്പോൾ നിലവിൽ ആരാണ്? സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്രയാണ് നിലവിലെ റിസർവ് ബാങ്കിന്റെ ഗവർണർ എന്ന് പറയുന്നത്. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണെന്ത്? ഉജ്ജീവനം പദ്ധതി. എന്താണ്? ഉജ്ജീവനം പദ്ധതി. നെക്സ്റ്റ് നോക്കാം, എന്താണ്? ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം പാസാക്കിയത് എന്നാണ്? 2019 ഓഗസ്റ്റ് 5-നാണ്. 2019 ഓഗസ്റ്റ് 5-നാണ് ജമ്മു പുനഃസംഘടനാ നിയമം അംഗീകരിക്കുന്നത് പാർലമെന്റ്. കേരളത്തിലെ 14ാം പഞ്ചവത്സര പദ്ധതി കാലം എന്ന് പറയുന്നത് 2022-27 താഴെ കൊടുത്തിരിക്കുന്നവൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? താലോലം, സ്നേഹപൂർവ്വം, ശ്രുതിതരംഗം എല്ലാം എന്താണ്? കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ്. കുടുംബശ്രീയാണ് അതിന്റെ അല്ലാത്തതായിട്ട് വരുന്നത്. അപ്പൊ ഓപ്ഷൻ ഡി 4 മാത്രമാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത്. 2023 ഏപ്രിൽ 1 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ വർധനവെന്ന് പറയുന്നത് 22 ഇപ്പോൾ എത്രയാണ്? 22 333 രൂപയായി. പിന്നീട് എന്ത് ചെയ്തു? 2024 മാർച്ച് ലാസ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും ഒരു 13 രൂപയും കൂടി കൂട്ടിയിട്ടുണ്ട്. അപ്പൊ എത്രയായി ഇപ്പൊ നിലവിലത്തെ വരുമാനം എന്ന് പറയുന്നത്? 346. ഓക്കെ, അപ്പൊ നിലവിലെ കേരളത്തിലെ വരുമാനം, അതായത് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ ദിവസ വരുമാനം എന്ന് പറയുന്നത് 346. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം 2024 ഏപ്രിൽ മുതൽ എത്രയാണ് വർധനവ് ഉണ്ടായത്? എത്രയാണ്? 13 രൂപയാണ്. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മാട്രിക്സ് M വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ്
എന്ത് ചെയ്യുന്നത്, മുൻകൂർ യോഗ്യതയോടുകൂടി അംഗീകരിച്ചത്. ഏതാണ്? മലേറിയ. മലേറിയയ്ക്ക് എതിരെയാണ് R21 മാട്രിക്സ് M എന്ന് പറയുന്ന ഒരു വാക്സിൻ ലോഞ്ച് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളും ഗുണഭോക്താക്കളുമാണ് തന്നിരിക്കുന്നത്. മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? മന്ദഹാസം പദ്ധതി. മന്ദഹാസം പദ്ധതി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് എന്താണ് അല്ലെ, കൃത്രിമ ദന്തനിര വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി എന്ന് പറയുന്നത്. സമന്വയ പരിപാടി എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയുള്ളതാണ് സമന്വയ പദ്ധതി എന്ന് പറയുന്നത്. അഭയകിരണം പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? നിരാലംബരായ വിധവകൾക്ക് വേണ്ടിയിട്ടാണ് അഭയകിരണം. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് ആർക്കാണ്? ഭിന്നശേഷിയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ചന്ദ്രയാൻ 3യുടെ റോവർ താഴെ പറയുന്നവയിൽ ഏതിന്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? ഏതിന്റെയൊക്കെയാണ്? ഓക്സിജന്റെയും സൾഫറിന്റെയുമാണ്. ഓപ്ഷൻ ഡി എയും സിയുമാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയതാരാണ്? അത് എബ്രഹാം വർഗീസിന്റേതാണ് കവനന്റ് ഓഫ് വാട്ടർ എന്നത്. ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ്. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യമാണ് ഫിൻലൻഡ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും എന്ത് ചെയ്യണം? സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് എന്തിന്റെ ലക്ഷ്യം? ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ്? 2023 സെപ്റ്റംബർ 28 നാരി ശക്തി വന്ദൻ അധിനിയം എന്നുള്ള പുതിയ പാർലമെന്റിൽ പാസാക്കിയ ആദ്യ നിയമമാണ് നാരി ശക്തി വന്ദൻ അധിനിയം എന്നുള്ളത്. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല ആർക്കാണ്? CISFനാണ്. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയുടെ പേരാണെന്ത്? നവജീവൻ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിച്ചത്? 22. ഇപ്പൊ നിലവിൽ എത്ര രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്? 13 രൂപ വർദ്ധിപ്പിച്ച് 346 ആക്കിയിട്ടുണ്ട്. 2024 തണ്ണീർത്തടത്തിന്റെ പ്രമേയമാണ് തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. ഇത് 2025 പ്രമേയമാണ്. നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കൽ അല്ലെ. ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കൽ എന്നാണ് 2025 പ്രമേയം. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് എന്ത്? ആരോഗ്യ കിരണം. ലോകാരോഗ്യ ദിനം 2024 ലോകാരോഗ്യ ദിനം എന്നാണ്? ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എന്താണ്? എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നുള്ളതാണ്. 2025 വരുമ്പോൾ എന്താണ്? സാർവത്രിക ആരോഗ്യത്തിനായുള്ള ആഗോള പ്രവർത്തനങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് 2025 എന്ന് പറയുന്നത്. ഡിജി ഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? ഏതാണ്? നമ്മുടെ അമേരിക്കയാണ്. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? 2023 ചോദിച്ചിരിക്കുന്നത്. അത് പ്രഭ വർമ്മയ്ക്കാണ്. 2024 ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമാണ് എന്ത്? ഹിമപ്പുലി. ഹിമപ്പുലിയാണ് ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ആണ്. അപ്പൊ അത് ഹിമപ്പുലിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് നിലവിലെ ചെയർമാൻ? വി രാമസുബ്രഹ്മണ്യനാണ്. മാറിയിട്ടുണ്ട്. സോ വി രാമസുബ്രഹ്മണ്യൻ. ഓക്കെ, ഇവരാരുമല്ല. ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത്? വി രാമസുബ്രഹ്മണ്യനാണ്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാനാണ് ആര്? ശ്രീ BS മാവോജി. കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ ആരാണ്? കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ അത് അന്തർ സിംഗ് ആര്യ. അന്തർ സിംഗ് ആര്യ. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജീവ് ഖന്നയാണ്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർള. താഴെ പറയുന്നവയിൽ കേരള സർക്കാരിന്റെ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ. അപ്പൊ അറിയേണ്ട ഒരു പേരാണ് എന്ത്? സഞ്ജയ. എന്താണ് സഞ്ജയ എന്ന് പറഞ്ഞാൽ? കേരള സർക്കാരിന്റെ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ പേരാണ് സഞ്ജയ. നൽകുന്ന സേവനങ്ങൾ എന്ന് പറയുന്നത് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് നൽകും, കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി അടക്കൽ, ഇവയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സഞ്ജയ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വഴി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതിയുടെ പേരാണെന്ത്?
സേഫ് കേരള, സേഫ് കേരള. ചന്ദ്രയാൻ 1ന്റെ പ്രൊജക്ട് ഡയറക്ടറാണ് അണ്ണാദുരൈ. അപ്പോൾ ചന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടർ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് ചന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടർ എന്ന് പറയുന്നത്? വീരമുത്തുവേൽ ആയിരുന്നു, വീരമുത്തുവേൽ. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതിയാണ് എന്ത്? ജീവിതം ഒരു പെൻഡുലം. ഏതാണ്? ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് 2023 ശ്രീകുമാരൻ തമ്പിക്ക് വയലാർ അവാർഡ് ലഭിക്കുന്നത്. 2024 വയലാർ അവാർഡാണ് അശോകൻ ചെരുവിൽ കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ്. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? ഏത് വർഷമാണ്? അത് ചെറുധാന്യ വർഷമായിരുന്നു. 2024 എന്ത്? ഒട്ടക വർഷം. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വെയ്സ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? ഏതാണ്? mRNA വാക്സിൻ വികസിപ്പിച്ചതിനായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്താണ് ഇത്? പോത്തുകൽ. ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായിട്ടാണ് ബന്ധപ്പെട്ടത്? ഏതാണ് COP? അതാണ് കാലാവസ്ഥ, ക്ലൈമറ്റ് ആണ് അല്ലെ, കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് COP ഉച്ചകോടി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയണം എന്താണ് COP29. ഇപ്പൊ 28 എന്ന് പറയുന്നത് നമുക്കറിയാം ദുബായിലായിരുന്നു. അപ്പൊ 29 എവിടെയായിരുന്നു? 29 അത് അസർബൈജാൻ ആണ്. അസർബൈജാൻ 2024 അസർബൈജാൻ. ഓക്കെ. അതേപോലെ തന്നെ COP30 എന്ന് പറയുന്നത് എവിടെയാണ്? അത് ബ്രസീലാണ്. ബ്രസീലാണ് COP30 നടക്കുന്നത്. അപ്പൊ COP28 എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ദുബായിൽ. 29 അസർബൈജാൻ, 30 ആണെങ്കിൽ അത് ബ്രസീലാണ്. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യമാണ് ഇത്? സ്പെയിൻ. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് എൽസ. നമ്മൾ എലിസ ടെസ്റ്റ് പഠിക്കത്തില്ല, അതേപോലെ തന്നെ എന്താണ് എൽസ? കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പൊ എൽസ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് അവയർനെസ് ആണ്. അതാണ് എൽസ എന്ന് പറയുന്നത്. 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ പറയുന്നവയിൽ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടത്? എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണം അല്ലെ, പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുക. 2024 എന്ത്? ഭൂപുനഃസ്ഥാപനം, മരുഭൂവൽക്കരണം എന്നിവയെ പറ്റിയുള്ള ആ ഒരു വരുന്നത്. ഭൂപുനഃസ്ഥാപനം, മരുഭൂവൽക്കരണം, വരൾച്ച എന്നിവയൊക്കെ തടയുന്നതാണ് 2024 തീം സന്ദേശം എന്ന് പറയുന്നത്. 18 വയസ്സിൽ താഴെയുള്ള പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് എന്ത്? ആരോഗ്യ കിരണം. ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ആയി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ്? അത് കക്കോടിയാണ്, കോഴിക്കോട് ജില്ലയിലെ. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞനാണ് ആര്? ഡോക്ടർ MS സ്വാമിനാഥൻ. സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഇത്? നമ്മുടെ കർണാടക. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരാണ് ഡിജിറ്റൽ ഇന്ത്യ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആണ് ആര്? സുമൻ ബെറി. ഓക്കെ. അതേപോലെ തന്നെ ഇപ്പോഴത്തെ CEO ആരാണ്? CEO അത് BVR സുബ്രഹ്മണ്യമാണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? സർക്കാർ സ്ഥാപനത്തിന് കീഴിലുള്ള സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യ സംസ്ഥാനം കർണാടക. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പദ്ധതിയുടെ പേരാണ് ഡിജിറ്റൽ ഇന്ത്യ. നീതി ആയോഗിന്റെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? സുമൻ ബെറിയും CEO ആരാണ്? BVR സുബ്രഹ്മണ്യവുമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ്. അപ്പൊ ആരാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ? അന്റോണിയോ ഗുട്ടറസ്. അത് ഏത് രാജ്യക്കാരനാണ്? പോർച്ചുഗീലാണ്. ആസാദി കാ അമൃത മഹോത്സവ് എന്ന മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന. ആസാദി കാ അമൃത മഹോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ പോസ്റ്റ് ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട്. 2025 മാർച്ച് വരെ എങ്ങാണ്ടേ ഉള്ളൂ ഈ ഒരു മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് തുടങ്ങാനുള്ളത്. 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമന ലക്ഷ്യമിട്ടുള്ളതാണ്? ഉന്നതി മിഷൻ ആരെയാണ്? പട്ടികവർഗ വിഭാഗങ്ങളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഉന്നതി മിഷൻ. കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനിയാണ് ഇത്? ആസ്ട്രാസെനക്ക. വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? ഏതാണ്? പോളോ പോണിയാണ്.
അപ്പൊ കോവിഷീൽഡ് നമുക്കറിയാം, കോവിഷീൽഡ് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് കോവിഷീൽഡ് എന്ത് ചെയ്യുന്നുണ്ട്, വിപണിയിൽ നിന്ന് പിൻവലിച്ചു. അപ്പൊ ഏതാണ് ആ കമ്പനി? ആസ്ട്രാസെനക്കയാണ്. വംശനാശം നേരിടുന്ന പോളോ പോണി എന്ന ആ ഒരു ജീവിയെ സംരക്ഷിക്കാനാണ് എന്ത് ചെയ്യുന്നത്, മണിപ്പൂർ സർക്കാർ, അതും കൂടി ഇമ്പോർട്ടന്റ് ആണ്, ആരാണ്? മണിപ്പൂർ സർക്കാരാണ് 30 ഏക്കർ പുൽമേട് അനുവദിച്ചിരിക്കുന്നത്. ദ്രവ്യത്തിന്റെ ഏതവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? ഏതാണ്? ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇത്? മായ OS. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻ കാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് ആര്? ഹാൻ കാങ് എന്ന് പറയുന്നത്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യത്തെ ഏഷ്യൻ വനിതയാണ്. ഇനി ദ വെജിറ്റേറിയൻ എന്ന നോവലിനാണ് എന്ത് ലഭിക്കുന്നത്? മാൻ ബുക്കർ പുരസ്കാരം ലഭിക്കുന്നത്. ദ വൈറ്റ് ബുക്ക് എന്ന് പറയുന്ന അവരുടെ ആത്മകഥാപരമായ രചനയാണ്. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കുക. എല്ലാം എന്താണ് ഇവിടെ ശരിയാണ്. 2024 ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഏതാണ്? 16ാം ഉച്ചകോടിയാണ് ഇവിടെ കസാനിൽ നടന്നത്. ശരിയാണ്. കസാൻ എവിടെയാണ്? ചൈനയിലല്ല, കസാൻ എന്ന് പറയുന്ന റഷ്യയിലാണ്. അപ്പൊ ഇത് തെറ്റാണ്. ബ്രിക്സിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ചൈനയിലെ ഏതാണ്? ഷാങ്ഹായിലാണ്. ഷാങ്ഹായ്. അപ്പൊ ഇതും എന്താണ്? തെറ്റാണ്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. ഇത് ശരിയാണ്. അപ്പൊ 1ഉം 4ഉമാണ് ശരി വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരമാണ് ഇത്? അഹമ്മദാബാദ്. അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് അഹമ്മദാബാദ്. മേൽക്കൂര മഴവെള്ള ശേഖരണ നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്. അല്ലെ, തമിഴ്നാട്ടിലേക്ക് എന്താണ് ജലത്തിന് ഭയങ്കര ക്ഷാമമാണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഉള്ള വെള്ളം എന്ത് ചെയ്യാൻ പാടില്ല, കളയാൻ പാടില്ല എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? തമിഴ്നാട് സർക്കാർ മേൽക്കൂരയിൽ നിന്ന് വരുന്ന ആ വെള്ളം ശേഖരിക്കണം എന്നുള്ളത് നിയമം മൂലം നിർബന്ധമാക്കി. 2024 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? S സോമനാഥിനും ഭുവനേശ്വരിക്കുമാണ്. അപ്പൊ നമുക്ക് പഠിക്കാം. കേരള ജ്യോതി പുരസ്കാരം ആർക്കായിരുന്നു? കേരള ജ്യോതി പുരസ്കാരം MK സാനുവിനാണ് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. ഇനി കേരള പ്രഭ പറഞ്ഞു S സോമനാഥിനും ഭുവനേശ്വരിക്കുമാണ്. അപ്പൊ കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? കേരള ശ്രീ. ഒന്ന് കലാമണ്ഡലം വിമല ആർട്ട്, ആ ഒരു മേഖലയിലുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത് ആരാണ്? ഡോക്ടർ TK ജയകുമാർ, ഹെൽത്തുമായി ബന്ധപ്പെട്ടതാണ്. ഡോക്ടർ TK ജയകുമാർ. നെക്സ്റ്റ് ആരാണ്? ഒരു കാലിഗ്രഫർ ആണ്. ആര്? നാരായണ ഭട്ടതിരി. ഓക്കെ. നെക്സ്റ്റ് 4ാമത് വരുന്നതാണ് സഞ്ജു സാംസൺ, സ്പോർട്സുമായി ബന്ധപ്പെട്ടത് സഞ്ജു സാംസൺ. നെക്സ്റ്റ് 5ാമത് വരുന്നതാണ് ഷൈജ ബേബി. ഇതേ കിടക്കുന്ന ഷൈജ ബേബി, സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ടാണ് ഷൈജ ബേബിക്ക് ലഭിക്കുന്നത്. പിന്നെയുള്ളത് പേര് 6ാമത് ലഭിക്കുന്നത് VK മാത്യൂസിനാണ്. VK മാത്യൂസ്. അപ്പൊ നമ്മൾ കേരള ജ്യോതി MK സാനു, കേരള പ്രഭയാണെങ്കിൽ S സോമനാഥും ഭുവനേശ്വരിക്കുമാണ്. കേരള ശ്രീ 6 പേർക്ക് ലഭിച്ചു. കലാമണ്ഡലം വിമല, അതേപോലെ തന്നെ ഡോക്ടർ TK ജയകുമാർ, നാരായണ ഭട്ടതിരി, സഞ്ജു സാംസൺ, അതേപോലെ ഷൈജ ബേബി, VK മാത്യൂസ് എന്നിവർക്കാണ്. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടനയാണ് നിഹോൻ ഹിഡാൻക്യോ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം വിജയിച്ചത് ആരാണ്? കാരിച്ചാൽ ചുണ്ടനാണ്. 2025 പ്രഥമ ഖോഖോ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. 2025 പ്രഥമ ഖോഖോ ലോകകപ്പ്. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനമാണ് ഏത്? നമ്മുടെ കേരളം. ലഞ്ച് ബെൽ എന്ന് പറയുന്നത് ശരിക്കും കുടുംബശ്രീ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ്? അതായത് ഉച്ചഭക്ഷണം കുടുംബശ്രീക്കാരാണ് ഉണ്ടാക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലഞ്ച് ബെല്ല്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് എന്ത്? കൂട്ട്. അല്ലെ, മൊബൈലിൽ നിന്ന് പോന്നിട്ട് അവർക്കൊരു കൂട്ട് കൊടുക്കുക എന്നുള്ളത്. ഇന്ത്യയുടെ 3ാമത് ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്ന് എന്നാണ്? 2014 ജൂലൈ 23 വിക്ഷേപിക്കുന്നത്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ചത് 2023. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ്? അല്ലെ, KASP എന്നും പറഞ്ഞിട്ട്. പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രിയാണ് ആര്? നമ്മുടെ അബ്ദുൾ റഹ്മാൻ. ആരാണ്? V അബ്ദുൾ റഹ്മാനാണ് കേരള കായിക വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? വൈദ്യുത വകുപ്പ് മന്ത്രി
അത് നമ്മുടെ കെ കൃഷ്ണൻകുട്ടിയാണ് വൈദ്യുത വകുപ്പ് മന്ത്രി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന പരീക്ഷകളിൽ വന്ന രണ്ട് അടുപ്പിച്ച് വന്ന, അതായത് നമ്മുടെ ലാസ്റ്റ് 3rd ഫേസിൽ ചോദിച്ചാണ് 2 മന്ത്രിമാരെ. അപ്പൊ നമുക്കറിയാം മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയനാണ് മുഖ്യമന്ത്രി അല്ലെ. അതേപോലെ തന്നെ അദ്ദേഹം കുറെ വകുപ്പുകൾ ഉണ്ട് കേട്ടോ അദ്ദേഹത്തിന്, അത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇനി റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? കെ രാജനാണ് റവന്യൂ വകുപ്പ് മന്ത്രി. റവന്യൂ രാജൻ അല്ലെ, റവന്യൂ രാജൻ കണക്ട് ചെയ്ത് പഠിക്കുക, റവന്യൂ രാജനാണ്. റോഷി അഗസ്റ്റിൻ എന്തിനാണ്? നമ്മുടെ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് ആര്? റോഷി അഗസ്റ്റിൻ. അതേപോലെ കൃഷ്ണൻകുട്ടി നമ്മൾ പറഞ്ഞു ആരാണ്? അതായത് വൈദ്യുത വകുപ്പ് മന്ത്രിയാണ്. ഇനി വനം വന്യജീവി ആരാണ്? വനം വന്യജീവി അത് AK ശശീന്ദ്രനാണ്. വനം വന്യജീവി AK ശശീന്ദ്രനാണ് വനം വന്യജീവി. രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്താണ്? രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയാണ്. രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി. അതേപോലെ തന്നെ ഗണേഷ് കുമാർ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലെ, ഗതാഗത വകുപ്പ് മന്ത്രിയാണ് ഗണേഷ് കുമാർ. പിന്നെയുള്ളത് ഏതാണ്? ഇനി ഭക്ഷ്യ പൊതുവിതരണം ആരാണ്? ഭക്ഷ്യ പൊതുവിതരണം അത് GR അനിലാണ് ഭക്ഷ്യ പൊതുവിതരണം. അതേപോലെ KN ബാലഗോപാൽ എന്താണ്? ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ആര്? ബാലഗോപാലിനാണ് എന്ത്? ധനകാര്യ വകുപ്പ് മന്ത്രി. ഇനി ഉന്നത വിദ്യാഭ്യാസമാണെങ്കിൽ ആരാണ്? അത് R ബിന്ദു ആണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഇനി ചിഞ്ചുറാണി ഉണ്ട്. ചിഞ്ചുറാണി ആരാണ്? നമുക്കറിയാം എന്താണ്? ക്ഷീരവികസന വകുപ്പ് മന്ത്രിയാണ്. ക്ഷീരവികസന വകുപ്പാണ് ചിഞ്ചുറാണി. ഇനി MP രാജേഷ് എന്താണ്? MP രാജേഷ് തദ്ദേശ സ്വയംഭരണമാണ്. MP രാജേഷ് എന്താണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. മുഹമ്മദ് റിയാസ് നമ്മൾ പറഞ്ഞു പൊതുമരാമത്ത്, അതേപോലെ ടൂറിസം, പൊതുമരാമത്തൊക്കെ ആർക്കാണ്? നമ്മുടെ മുഹമ്മദ് റിയാസിനാണ്. കായിക വകുപ്പാണെങ്കിലോ ആർക്കാണ്? അബ്ദുൾ റഹിമാനാണ്. ഇനി OR കേളു ആണെങ്കിലോ? കേളു എന്താണ്? പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ആര്? OR കേളു എന്ന് പറയുന്നത്. OR കേളു. ഇനി പ്രസാദ് എന്താ? പ്രസാദ് കൃഷിയാണ്. പ്രസാദാണ് കൃഷി പ്രസാദം അല്ലെ, പ്രസാദ് കൃഷിയാണ്. രാജീവ് എന്താണ്? P രാജീവാണ് നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് ആര്? രാജീവാണ് വ്യവസായ വകുപ്പ് മന്ത്രി. ശിവൻകുട്ടി നമുക്കറിയാം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. വാസവൻ ആരാണ്? VN വാസവനാണ് തുറമുഖമാണ് VN വാസവൻ. വീണ ജോർജ് ആരാണ്? ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് വീണ ജോർജ്. സജി ചെറിയാൻ ആരാണ്? നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് സജി ചെറിയാൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മന്ത്രിമാരൊക്കെ എല്ലാം കൂടി കേട്ട് വരുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. ഞാനിതിന്റെ ആ ഒരു നോട്ട്, അതായത് അവരുടെ സൈറ്റിൽ നിന്നുള്ള ഡയറക്റ്റ് നോട്ട് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം കേട്ടോ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? NS മാധവൻ. ഓക്കെ. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. യോഗ്യശ്രീ പദ്ധതി എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയുടെ പേരാണ് എന്ത്? നവജീവൻ. കണ്ടോ, ഇത് തന്നെ നമ്മൾ കുറച്ചു മുമ്പ് കണ്ടതാണ്. അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മുടെ ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയത് എവിടെയാണ്? കേരളമാണ് ജല ബഡ്ജറ്റ് തയ്യാറാക്കിയത്. വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായും ക്ഷേമത്തിനായും നടപ്പിലാക്കിയ പദ്ധതികൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അഭയകിരണം, മംഗല്യ, ആശ്വാസനിധി, സഹായഹസ്തം ഇതെല്ലാം എന്താണ്? ഈ പറയുന്ന നമ്മുടെ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ പദ്ധതികളാണ്. നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ അതായത് ജെൻ സ്റ്റോൺബർഗ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ആരാണ്? മാർക്ക് റുട്ടെ. അതായത് 25 ഫെബ്രുവരി 3 എങ്ങാണ്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? മാർക്ക് റുട്ടെ എന്ത് ചെയ്യുന്നത്? അധികാരത്തിലേക്കുന്നത്. അതായത് ഇന്നത്തെ ദിവസം ഫെബ്രുവരി 3 മാർക്ക് റുട്ടെ അധികാരത്തിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇത് ഓൾറെഡി ഫെബ്രുവരി മുതലാകുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആദ്യമേ ഒക്ടോബറാണ് പറഞ്ഞത്, പിന്നെ അത് ഫെബ്രുവരിയിലോട്ട് മാറ്റിയത് എന്തുവാണ്? അപ്പൊ മാർക്ക് റുട്ടെ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും പഠിച്ചു വെച്ചിരിക്കുക. ജെൻ സ്റ്റോൾട്ടൻബർഗ് ആണ് നിലവിലുണ്ടായിരുന്നത്. അപ്പൊ അടുത്ത ആരാണ്? മാർക്ക് റുട്ടെയാണ്. നാറ്റോ എന്താണ്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. കഴിഞ്ഞ പരീക്ഷകൾക്ക് നാറ്റോ, നമ്മുടെ ഇപ്പോഴത്തെ പരീക്ഷകൾക്ക് ബ്രിക്സ് ചോദിച്ച പോലെ കഴിഞ്ഞ പരീക്ഷകൾക്ക് ആരായിരുന്നു? നാറ്റോ ആയിരുന്നു. 1949 ഏപ്രിൽ 4 നാറ്റോ വരുന്നത്. അതേപോലെ തന്നെ എന്താണ്? ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്?
ബ്രസൽസ് ആണ് ഹെഡ് ക്വാർട്ടേഴ്സ്. 32 അംഗങ്ങളാണുള്ളത്. ലാസ്റ്റ് വന്നത് ഏതാണ്? സ്വീഡൻ ആണ് ലാസ്റ്റ് ആയിട്ട് അംഗമായിട്ട് വന്നത്. അതേപോലെ 2024 ആയപ്പോഴേക്കും അതിന്റെ 75 വർഷം ആഘോഷിച്ചിട്ടുണ്ട്. അതിൽ പ്രകാരമായിരുന്നു 2024 എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും പറയുന്ന നാറ്റോ കയറി വന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ 100 ക്വസ്റ്റ്യൻസ് ഏകദേശമായിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.